അമ്മ പിന്നെയും കട്ട് ചെയ്തു. പിന്നെയും കട്ട് ചെയ്തോ? എന്നാ രാജു വിളിച്ച് പത്മയെടുത്തോട് സീരിയസ് ആയിട്ട് കാര്യം പറയും. അമ്മ മനഃപൂർവ്വം കോള് കട്ട് ചെയ്യാ. എന്ത് ചെയ്യപ്പോ? ഒരു കാര്യം ചെയ്യ് ചെറിയമ്മ, ചെറിയമ്മ ഒന്ന് വിളിച്ചു നോക്ക്. ചെറിയമ്മ ആയതുകൊണ്ട് ചിലപ്പോ കോൾ എടുക്കും. വിളിക്ക്. ശരി. എന്തും വരട്ടെ, ഞാൻ ഇറങ്ങുവാ. ദൈവമേ, അവള് വരുമോ? വന്നാ ഞാനുണ്ടാക്കിയ കള്ളക്കഥകളൊക്കെ പൊളിയോ? അവരെല്ലാവരും ഒറ്റ കയ്യാ. ഒരുമിച്ച് നിന്ന് പ്രതാപനോട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞാലോ? സത്യം പുറത്തു വരാതിരിക്കാൻ ഞാനാണ് ജഗനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചതെന്ന് കൂടി പറഞ്ഞാലോ? ദൈവമേ, ഇതിനുള്ളൊരു പോംവഴി പറഞ്ഞു തരണേ. പത്മയെടുത്ത് ഇപ്പൊ വരും. തടയാൻ പോകുന്നില്ലേ? തടയാനോ? എന്തിന്? ഏട്ടത്തി വന്നാ നിങ്ങൾ കെട്ടിച്ചമച്ച കഥകളൊക്കെ തുറന്നു പറയില്ലേ? അമ്മ മാത്രമല്ല അത് തുറന്നു പറയുന്ന. ജഗനങ്ങൾ തുറന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അച്ഛനോട് പറയും. ജഗന്നാഥനങ്ങള് ആ സത്യം തുറന്നു പറയാൻ ശ്രമിക്കുന്ന എന്റെ വീഡിയോ ഫുട്ടേജ് കോടതിയിൽ വെച്ച് വർമ്മ സാറ് കണ്ടതാ. അങ്കിളിനെ കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളാണെന്ന് ഞങ്ങൾ പറയും. അത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ജഗന്നാഥൻ അങ്കിളിനെ കൂടി ഞങ്ങൾ നേരിട്ട് സാറിന് മുമ്പിൽ കൊണ്ടുവരും. അവളിങ്ങ് വരട്ടെ. പ്രതാപനെ അവളെ ചവിട്ടി പുറത്താക്കുന്നത് നിങ്ങൾക്കും കൂടി കാണാം. അതൊക്കെ നിങ്ങളുടെ സ്വപ്നം മാത്രമാണ്. എത്ര നാളൊരു മനുഷ്യനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും? അമ്മ മാത്രമല്ല, ഞങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് സത്യങ്ങൾ അച്ഛനെ ബോധ്യപ്പെടുത്തും. അതിനവൻ കേട്ടിട്ട് വേണ്ടേ? അച്ഛൻ ക്ഷമയോടെ നിന്നത് കേൾക്കും. അച്ഛനെ കേൾപ്പിക്കാനും അത് ബോധ്യപ്പെടുത്താനും ഞങ്ങൾക്കറിയാം. കാരണം അച്ഛനെ അമ്മയെ ഞങ്ങൾക്ക് രക്ഷിച്ചെടുക്കണം. അത് ഞങ്ങളുടെ ആവശ്യം. അല്ലെങ്കിൽ പത്മയെടുത്ത് വരുന്നത് നിങ്ങളൊന്ന് തടയേ. വരുന്നവളെ വരട്ടേടി. എനിക്കും ചിലതൊക്കെ പറയാനും പ്രവർത്തിക്കാനും ഉണ്ട്. ഇപ്പോ 3 പേര് ഇവിടുന്ന് ഇറങ്ങിക്കേ. ഇറങ്ങാൻ പോ 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 പോ. ഇതിനെതിരെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാനൊന്ന് തീരും. എന്താ വേണ്ട എന്റെ ദൈവമേ? ശേ.